പരോൾ പ്രതികളുടെ ചട്ടലംഘനവും പയ്യന്നൂർ വിഷയവും സഭയിൽ ഉന്നയിക്കാൻ ഉറപ്പിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം. പോലീസിനെ ബോംബെറിഞ്ഞ കേസിലെ പ്രതിയായ വി നിഷാദ് കുഞ്ഞികൃഷ്ണനെതിരായ പ്രതിഷേധത്തിൽ പങ്കെടുത്ത സംഭവം അത് വിഷയമാക്കും. കെ രമയാണ് നോട്ടീസ് നൽകിയത്. CPM കൗൺസിലറാണ് വി കെ നിഷാദ്. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രശാന്ത്, ഇത് അന്ന് തന്നെ വിവാദമായ ഒരു സംഭവമാണ്. കെ രമയുടെ ഉൾപ്പെടെ രൂക്ഷമായ പ്രതികരണം വന്നതാണ്. അപ്പോൾ നിയമസഭയിലും ഈ വിഷയം ഉന്നയിക്കാനാണോ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്? എന്തായിരിക്കും സഭയിൽ നടക്കുക? പൂജ, ഇന്ന് അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം ഈ വിഷയം കൊണ്ടുവരുമ്പോൾ മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ വിഷയം, അതും പ്രത്യേകിച്ചും CPM-നെ വെട്ടിലാക്കുന്ന ഒരു രാഷ്ട്രീയ വിഷയം പ്രതിപക്ഷ സഭയിൽ കൊണ്ടുവരുമ്പോൾ നോട്ടീസിന് തന്നെ സ്പീക്കർ അനുമതി നൽകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയത്തിലൂടെ രണ്ട് വിഷയങ്ങളാണ് നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷ നീക്കം നടത്തുന്നത്. ഒന്ന്, പയ്യന്നൂർ വിഷയത്തിൽ പയ്യന്നൂർ ഈ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർത്തിയ ജില്ലാ കമ്മിറ്റി അംഗം കുഞ്ഞികൃഷ്ണനെതിരായ CPM-ന്റെ പ്രതിഷേധം. ഈ പ്രതിഷേധ പരിപാടിയിലാണ് ഈ വി കെ നിഷാദ് പങ്കെടുത്തത്. കൗൺസിലറാണ്. ഈ വി കെ നിഷാദ് ശിക്ഷിക്കപ്പെട്ട് പോലീസിനെ ആക്രമിച്ച കേസിൽ, ബോംബെറിഞ്ഞ് ആക്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലാണ്. അപ്പോൾ പരോളിലിറങ്ങി ഇദ്ദേഹം നിഷാദ് ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ പരോളിൽ ഇറങ്ങുന്നവരെ ഒന്ന് പരോൾ അനുവദിക്കുന്നതിലെ വീഴ്ചകൾ, ഒപ്പം തന്നെ ഇത്തരം സഹായം, രാഷ്ട്രീയ സഹായം കിട്ടുന്നു എന്ന വിഷയം ഉന്നയിക്കുക ഒരു വിഷയം. ഇതിനോടൊപ്പം തന്നെ പയ്യന്നൂർ വിഷയം ഈ അടിയന്തര പ്രമേയ നോട്ടീസ് ഉന്നയിക്കുമ്പോൾ ചർച്ചയാക്കാമെന്ന് പ്രതിപക്ഷം കരുതുന്നു. ഇതോടൊപ്പം തന്നെ ഈ TP കേസുമായി ബന്ധപ്പെട്ട TP കേസിലെ ജയിലിൽ കഴിയുന്ന പ്രതികൾക്ക് പരോൾ കിട്ടുന്ന വിഷയം, ഈ വിഷയങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയമായി സഭയ്ക്കകത്ത് കൊണ്ടുവന്ന് ചർച്ചയാക്കാൻ വേണ്ടിയാണ് ഇന്ന് പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി ഈ വിഷയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞ ദിവസം ഈ പയ്യന്നൂർ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയം സഭയിൽ കൊണ്ടുവരാൻ പ്രതിപക്ഷം നീക്കം നടത്തിയപ്പോൾ സ്പീക്കർ ആ നോട്ടീസിന് തന്നെ അനുമതി നൽകിയിരുന്നില്ല. ഇന്നും സമാനമായ സംഭവം ഉണ്ടായാൽ, സമാനമായ നീക്കമുണ്ടായാൽ വലിയ പ്രക്ഷോഭങ്ങൾ സഭയിലുണ്ടാകും, സഭ പ്രക്ഷുബ്ധമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.